മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്, പെട്രോളിലാണ് അതും. ഓക്കെ, 110 ആണ് വരിക പെട്രോളിൽ. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല, ക്ലെയിമും കാര്യങ്ങളുമില്ല. 2015 ഡെൽറ്റ ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ്. 2 എയർ ബാഗ് അടക്കം വരുന്ന വണ്ടിയാണ്. 410 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഡീസൽ വണ്ടി. ഇതും ഓട്ടോ ഉള്ളവർ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും എടുക്കാൻ പറ്റും. അത്യാവശ്യം ഹൈറ്റിലൊക്കെ ഇരുന്ന് ഓടിക്കുന്നൊരു ഫീലും കിട്ടും. 2024 മോഡല് ക്രെറ്റ SX ഓപ്ഷണൽ ഡീസൽ മാനുവൽ ഡീസൽ ഓട്ടോമാറ്റിക്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ കോഴിക്കോട് TVSലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. അക്ഷയാണ് നമ്മുടെ കൂടെ. നമ്മളൊരാഴ്ച മുന്നേ കണ്ണൂർ TVS വെച്ച് വീഡിയോ ആയിരുന്നു. അന്നും അക്ഷയനായിരുന്നു കൂടെ ഉണ്ടായിരുന്നു. അവിടെ എങ്ങനെയുണ്ട് കോൾസ് കാര്യങ്ങളൊക്കെ? കോൾസ് ഉണ്ടായിരുന്നു. എനിക്കൊന്നു ആ വീഡിയോ കഴിഞ്ഞതിന് ശേഷം 5 വണ്ടികൾ ഡെലിവറി പോയിട്ടുണ്ട്. ആ യാത്ര വണ്ടി നമ്മൾ കാണിച്ചാൽ നമ്മൾ ആകെ 12 വണ്ടി അങ്ങനത്തെ കാണിച്ചു. ഓക്കെ, അപ്പോൾ 5 വണ്ടി അവിടെ ഡെലിവറി പോയി. ഇവിടുത്തെ വെച്ചാൽ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് മാവൂർ റോഡ് KSRTC സ്റ്റാൻഡ് കഴിഞ്ഞ് പുതിയ സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിക്ക് ഒരു 200 മീറ്റർ ഉണ്ടാവും അല്ലേ? ഓടി വന്നാൽ അത്രേ ഉള്ളൂ. അത്രയും ദൂരത്താണ് TVS, അതായത് റിനോ ഷോറൂമിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ. റിനോ ഷോറൂം ഉണ്ട്, അതിൻ്റെ സെയിം കോമ്പൗണ്ടിൽ TVS സർട്ടിഫൈഡ്. അതായത് ഇവരുടെ ഒക്കെ കൂടിയുള്ള TVS റിനോ ആണ് അല്ലേ? TVS ആണ് ഓൾ കേരള റെനോൾട്ട് ഡീലർഷിപ്പ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അറിയായിരിക്കും, നമ്മൾ പഴയ വീഡിയോ എല്ലാം പറഞ്ഞ പോലെ തന്നെ മിത്സുബിഷി അരയിച്ചോച്ചാണ് ഞങ്ങളെ പാർട്ട്നേഴ്സ്. ഓക്കെ, അപ്പോൾ 3 MNCകളുടെ കൂടിയിട്ടുള്ള ഒരു സംഘമാണിത്. അതെ. ഓക്കെ, ഇവരെന്ന് വെച്ചാൽ ശരിക്കും B2B അല്ലേ? B2B ബിസിനസ്സാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ബെസ്റ്റ് പ്രൈസിൽ യൂസ്ഡ് കാറുകൾ കിട്ടും. നേരിട്ട് ഇവർ പല ഡീലർഷിപ്പിൽ നിന്നും ബൾക്കായിട്ട് വണ്ടികൾ വാങ്ങിയിട്ടാണ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു ലാഭം അവരെടുത്താൽ കൂടെ നിങ്ങൾക്ക് അത് എങ്ങനെ കിട്ടിയാലും ലാഭത്തിലായിരിക്കും തീർച്ചയായിട്ടും. ഓക്കെ, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എല്ലാ സെഗ്മെൻറ്റും കാണിക്കുന്നു. എല്ലാ സെഗ്മെൻറ്റും ഉണ്ട്, ചെറുതും വലുതുമായ എല്ലാ സെഗ്മെന്റും ഉണ്ട്. ഏറ്റവും ടോപ്പിലേക്ക് ഏതാ? ഏറ്റവും ടോപ്പിൽ ഒരു പുതിയ ക്രെറ്റ വന്നിട്ടുണ്ട്. ക്രെറ്റ ഉണ്ട്, ന്യൂ ഷേപ്പ് അല്ല? ന്യൂ ഷേപ്പ്. ഓക്കെ, എന്തായാലും കണ്ടു നോക്കാം. ചെറുതിൽ എസ്റ്റിലുണ്ട്, കുഞ്ഞു വണ്ടി ഇവിടെ നിൽക്കുന്നല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാ സെഗ്മെന്റും അതിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. കണ്ടോളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ സ്ഥിരം വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. കോഴിക്കോട് TVSൽ വെച്ചിട്ട് നമ്മളെ എത്രാമത്തെ എപ്പിസോഡാണ് ഇപ്പോൾ ചെയ്യുന്നത്? നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത്, നിങ്ങൾക്ക് അറിയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത്. നിങ്ങൾ സ്ഥിരം കാണുന്ന ആളുകളാണെന്ന് എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, വേറൊന്നുമല്ല. കോഴിക്കോട് TVSൽ ഇവരെ കണ്ണൂരൊന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട്, ബാക്കിയെല്ലാം കോഴിക്കോടാണ് ചെയ്തത്. എത്ര വീഡിയോസ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്തോ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ തീർച്ചയായും. ആദ്യ വാഹനം ഒരു ഡീസൽ ഓട്ടോമാറ്റിക് കോമ്പാക്ട് സെഡാനാണ്. അതെ, സ്വിഫ്റ്റ് ഡിസയർ KL 65, തിരൂരങ്ങാടി രജിസ്ട്രേഷനാണ്, മലപ്പുറം ജില്ല. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2018 മോഡല് സ്വിഫ്റ്റ് ഡിസയർ VDI ഓട്ടോമാറ്റിക് മിഡിൽ ഓപ്ഷൻ ഡീസൽ വണ്ടിയാണ്. AC പോസ്റ്റർ, ഫോളോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, മിറർ അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്. ഓക്കെ, വീഡിയോയിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്. പിന്നെ AMT ആണ് ഗിയർ ബോക്സ് വരിക. മൈലേജ് എങ്ങനെ പോയാലും 18-19 റേഞ്ച് തീർച്ചയായിട്ടും അല്ലേ? ഓക്കെ, ഓട്ടോ എത്ര പോയി? ഓട്ടം 67,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 67,000. സെക്കൻഡ് ഓൺഷിപ്പാണ്. ഓക്കെ, 67,000. സർവീസ് ഒക്കെ പ്രോപ്പറാ? പ്രോപ്പർ സർവീസ്. ആ ഒരു വർഷം സംബന്ധിച്ച് വലിയ ഓട്ടം പോയിട്ടില്ല ശരിക്കും പറയുകയാണെങ്കിൽ. പ്രോപ്പർ സർവീസ് ഉണ്ട്. 2018 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് VDI മിഡിൽ ഓപ്ഷൻ ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് ഫൈനലി 5,50,000 രൂപ കഴിഞ്ഞാൽ കൊടുക്കാം. 5.5 ലക്ഷത്തിനാണ് കിട്ടുന്നത്. ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്, ലോ കിലോമീറ്റർ. അതും വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല. ഓക്കെ, ഫുൾ ഓൺ കയറും. ഓക്കെ, അപ്പോൾ നല്ല മൈലേജിലൊരു ഡീസൽ ഓട്ടോമാറ്റിക് തപ്പുണ്ട്. പെട്ടെന്ന് വിളിച്ചോ, ഫുൾ ഓണിലൊരു വണ്ടി അടുത്ത വണ്ടി. അടുത്തൊരു കോമ്പാക്ട് SUV സെഗ്മെന്റ് ആണ്. റിനോ ഡസ്റ്റർ KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2014 മോഡല് ഡസ്റ്റർ RXL പെട്രോൾ വേരിയന്റ്. 14 മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്, പെട്രോളിലാണ് അതും. ഓക്കെ, 110 ആണ് വരിക പെട്രോളിൽ. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല. പെട്രോൾ ആണ് മെയിൻ്റെനൻസ് ആയിട്ട് പിന്നെ നോക്കാനില്ല. സാധാരണ കൊണ്ടുനടക്കും പോലെ തന്നെ. കമ്പാരിറ്റീവ്ലി ഡീസലിന്റെ അത്ര മൈലേജ് ഉണ്ടാവില്ല, പക്ഷേ മെയിൻ്റെനൻസ് കുറച്ച് കുറവായിരിക്കും. ഡീസൽ പെട്രോൾ മൈലേജ് ഒരു 11-13 വരെയൊക്കെ കണ്ടാൽ മതി മാക്സിമം, അത്രേ കണ്ടു. ഓക്കെ, ഇപ്പോൾ ടയേഴ്സ് 2 പുതിയാണ് അല്ലേ? കുഴപ്പമില്ലാത്ത ആവറേജ് ടയേഴ്സ് ആണ്. മീൻസ് ഒരു കസ്റ്റമർ യൂസ് ചെയ്യാന്നെങ്കിൽ ഇപ്പോൾ മാറ്റം ഒന്നും വേണ്ട. ഓക്കെ, നല്ലൊരു അടിപൊളി പെട്രോൾ വണ്ടി. അതെ. ഫിസിക്കലി ചെക്ക് ചെയ്തല്ലേ? എല്ലാം ചെക്ക് ചെയ്താൽ. ഓക്കെ, എത്ര ചോദ്യം? എത്ര? ഇത് 84,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടില്ല. നമുക്ക് 2,65,000 രൂപ ഫൈനലിട്ട് കൊടുക്കാം. ലോ കിലോമീറ്റർ ആട്ടോ. 265 2014 RXL പെട്രോൾ. ഈ ഒരു ഡസ്റ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാഹനം, ലോ കിലോമീറ്റർ. അടുത്ത വണ്ടിയിലേക്ക്. ഒരു എക്കോ സ്പോർട്ട് കോമ്പാക്ട് SUV തന്നെയാണ്. KL 2 കൊല്ലം വണ്ടി. അഡീഷണൽ നല്ല അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്ന വണ്ടിയാണ്. ഏതാ ഓപ്ഷൻ? ഏതാ മോഡൽ? 10+ ആണ്. സിംഗിളി അലോയ് വീൽസ് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 360 ഡിഗ്രി ക്യാമറ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു കസ്റ്റമറാണ് യൂസ് ചെയ്തത്. ഓക്കെ, മോഡൽ
മോഡൽ 2015 മോഡൽ എക്കോ സ്പോർട്ട് ട്രെൻഡ് പ്ലസ് ഡീസലാണ്. അതെ, ഓക്കെ. 15 ഓട്ടോ എത്ര പോയി? 1,06,000 കിലോമീറ്റർ ഓടിയിട്ട് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വാഹനം വരുന്നത്. സർവീസ് ഒക്കെ പക്ക ഉണ്ടോ? പക്ക പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി ഉണ്ട്. പ്രോപ്പർ ഹിസ്റ്ററി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വലിയ, അതായത് 1,06,000 ഓടി. ഓക്കെ, എന്നാൽ കൂടെ ഡീസലാണ്. ആ ഒരു വർഷം സംബന്ധിച്ച് ഒരു നോർമൽ ഓട്ടം എന്ന് പറയാൻ പറ്റും. പിന്നെ സർവീസ് ഒക്കെ മേജർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോ? അതോ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. 1,85,000 മേജർ വരെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ അങ്ങനെ വരാൻ തോന്നുന്നു. അതെ, 85 ആ സമയത്താണ് മേജർ വരുന്നത്. അത് എന്തായാലും ചെയ്ത് വെച്ചേക്കുന്ന വണ്ടിയാണ്. പിന്നെ കുഴപ്പമില്ലാത്ത ടയർ ഭാഗമുണ്ട്, അഡീഷണൽ അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 360 ക്യാമറ, കളറാണ്. മൊത്തത്തിലൊരു നീറ്റ് തന്നെയാണ് വണ്ടിയുള്ളത് അല്ലേ? ഇന്ത്യ റഷ് നോക്കുകയാണെങ്കിൽ തന്നെ. ഓക്കെ, ഡീസലാണ്. 18-20 റേഞ്ച് മൈലേജ് കിട്ടും. പിന്നെ ഈ വണ്ടികൾ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ കുറച്ച് മെയിൻ്റനൻസ് നമ്മുടെ കയ്യിൽ നിന്ന് കാണണം. ഇങ്ങനത്തെ ഡീസൽ വണ്ടികളൊക്കെ കൊണ്ടു നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുറച്ച് കയ്യിൽ നിന്ന് കാണും. കുറച്ച് കണ്ടു കഴിഞ്ഞാൽ പക്ഷേ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓടിക്കാനുള്ള സുഖം വേറെ തന്നെയാണ്, അത് എടുത്ത് പറയാണ്. എന്നാലും കൂടെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വണ്ടി എടുക്കുന്നവരൊന്നും ഇങ്ങനത്തെ വണ്ടി എടുക്കാൻ നിൽക്കരുത് ദയവായിട്ട്. ഓക്കെ, അപ്പോൾ എത്രയായിട്ട് ചോദ്യം എത്രയാണ്? ഇത് നമുക്ക് ഫൈനൽ 4,20,000 രൂപ കൊടുക്കാം. പ്രൈസും കുറവാണ്. 4,20,000 നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2015 വണ്ടി, ഡീസലാണ്, ട്രെൻഡ് പ്ലസ്. ഓക്കെ, അപ്പോൾ ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? ലോൺ ഒരു 3.25, 3.80 വരെ 4ന്റെ അടുത്ത് തന്നെ ലോൺ വരാൻ സാധ്യതയുണ്ട്. മാക്സിമം കയറും. ചെറിയ ഡൗൺ പേയ്മെന്റ് ആണ് ഇറക്കി കൊണ്ടുപോയത്. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല. പ്രോപ്പർ സർവീസ് ഉണ്ട്. മേജറൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ ചെറിയ സെഗ്മെന്റ് ആണ് ആൾട്ടോ 800 KL65 വണ്ടി തന്നെ. ഡീറ്റെയിൽ ഇത് 2018 മോഡൽ ആൾട്ടോ 800 LXi. 18 LXi ആണ്. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പിലാണ് വാഹനം വരുന്നത്. LXi VXi ഒന്നും വലിയ മാറ്റമൊന്നുമില്ല. സ്റ്റീരിയോന്റെ മാറ്റം, ബാക്കി പവർ വിൻഡോസ് ഒക്കെ വരും. 2 ഡോർ പവർ വിൻഡോ വരും രണ്ടിലും. ഓക്കെ, ഓട്ടം എത്ര പോയി? ഓട്ടം 62,000 കിലോ. 62. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഒരു തരത്തിലുള്ള ക്ലെയിമും ഇല്ല. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഫിസിക്കൽ ചെക്ക് മൊത്തം കഴിഞ്ഞാണല്ലോ. അതെ, ഇൻഷുറൻസ് ഒക്ടോബർ വരെ ഉണ്ട്. ഓക്കെ, 2026. എത്ര ചോദ്യം? ഇത് നമുക്ക് 2,40,000 രൂപ ഫൈനൽ അടിക്കാൻ കൊടുക്കാം. 2,40,000 2018 LXi ആൾട്ടോ 800 സെക്കൻഡ് ഓണർഷിപ്പ് 62,000 കിലോമീറ്റർ ഓടിയ ഈ ഒരു വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ക്ലെയിമും കാര്യമൊന്നുമില്ല. സർവീസും പക്ക സർവീസ്. ഓക്കെ, ഒരു ഫുൾ ലോൺ ചാൻസ് ഉണ്ടോ? അതോ 2.4 വരെ? 2,20 വരെ ലോൺ കയറാൻ സാധ്യത. 2.20 വരെ. ചെറിയ ഡൗൺ പേയ്മെന്റ്. ഇതും 10-20,000 രൂപ ഉണ്ടായാലും നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ പറ്റിയ ഒരു നീറ്റ് വണ്ടി അല്ല? എനിക്കൊന്ന് ഫുൾ ലോൺ തന്നെ ആയിരുന്നു. കാരണം നമ്മൾ 2019 വണ്ടി 2,60,000 രൂപ ലോൺ കഴിഞ്ഞ മാസം പാസ്സായിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് 18 ഓൾറെഡി കയറി പോകേണ്ടതാണ്. ചാൻസ് ഉണ്ട്. ഫുൾ ലോൺ നിങ്ങളുടെ ട്രാക്ക് കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ഇതൊക്കെ ചെറിയ എമൗണ്ട് ആണ്. അത്യാവശ്യം ട്രാക്കിൻ്റെ തന്നെ കയറി പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഒരു 18 റേഞ്ച് മൈലേജ് കിട്ടും. 18-20 റേഞ്ച് കിട്ടും. അടുത്ത വണ്ടി. ഇനി ചെറിയൊരു ബഡ്ജറ്റിൽ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ അടുത്തത് ഒരു ഫോർഡ് ഫിഗോ ഡീസൽ. അതെ, ഡീസൽ KL56 കൊയിലാണ്ട് രജിസ്ട്രേഷൻ ആണ്. ഫസ്റ്റ് ഫിഗോ അല്ലേ? എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2013 മോഡല്. 13 അതെ, 13 മോഡൽ 14 രജിസ്ട്രേഷൻ. ഓക്കെ, ഫിഗോ EX ഡീസൽ. അന്നേരം വേരിയൻസ് അങ്ങനെ വരുന്നത് EX ZX. ഓക്കെ, അപ്പോൾ എന്ന് വെച്ചാൽ AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ ഫ്രണ്ടിൽ, അതാണ് ഓപ്ഷൻ വരിക. അതെ, ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. 1,23,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വാഹനം വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടേ ഉള്ളൂ ഇത്രയും വർഷം കൊണ്ട്. ഓക്കെ, 13 മോഡലും 14 രജിസ്ട്രേഷൻ ആണ്. ഡീസൽ ഫിഗോ മൈലേജ് ഉണ്ടാവും. 18-19 റേഞ്ച് മൈലേജ് കിട്ടും. ഇതും ഇങ്ങനത്തെ ഡീസൽ വണ്ടിയൊക്കെ എടുക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഓട്ടം ഉണ്ടെങ്കിൽ ലാഭമാണ്. ഡെയിലി ഒരു 50 കിലോമീറ്ററിന്റെ മേലെ നിങ്ങൾ ഡെയിലി ഓടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നല്ല മൈലേജ് കിട്ടും. പക്ഷേ ഞാൻ അങ്ങനെ എടുക്കാൻ പറയുന്ന കാരണം എന്താ വെച്ചാൽ വണ്ടിയുടേതായ മെയിൻ്റനൻസ് വരും. ഡീസൽ ആകുമ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് എന്തായാലും കാണും. ഞാനും കുറച്ച് കാലം ഡീസൽ വണ്ടി കൊണ്ടുനടന്നതാണ്. അപ്പോൾ മെയിൻ്റനൻസ് നമ്മൾ കാണണം. പക്ഷേ അതിനുള്ള ഉപകാരം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റും. നല്ലോണം യൂസ് ചെയ്യാൻ വണ്ടി നല്ലോണം യൂസ് ചെയ്യുന്ന ആളുണ്ടെങ്കിൽ യൂസ് കുറഞ്ഞ ആൾക്കാരിൽ ഇതെടുക്കാൻ നിന്നാൽ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും. വണ്ടിക്ക് എന്തായാലും മെയിൻ്റനൻസ് വരികയും ചെയ്യും, നിങ്ങളെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. തീർച്ചയായും. അപ്പോൾ ഇത് എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് ഫൈനൽ 1,37,000 രൂപ ഞാൻ കൊടുക്കാം. 1,37,000 ഡീസൽ ഫിഗോ 13 മോഡൽ 14 രജിസ്ട്രേഷൻ സെക്കൻഡ് ഓണർഷിപ്പിലേക്ക് 1,26,000 കിലോമീറ്റർ കൂടിയ വണ്ടി കൊണ്ടുപോകും അല്ലേ? അതെ. ഓക്കെ, ലോണ് ചാൻസ് ഉണ്ടോ ഫിഗോയിൽ? 2010 കിട്ടുകയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഈ ഒരു ചെറിയ എമൗണ്ടിൽ ലോൺ ആയിട്ട് കാര്യമില്ല. ചെറിയ എമൗണ്ടാണ്. പിന്നെ പലിശ കൂടുമ്പോൾ നിങ്ങൾക്ക് നഷ്ടം വരും. അതെ. ഓക്കെ, അടുത്ത വണ്ടിയിൽ. അടുത്തത് ഒരു നിസാൻ മാഗ്നൈറ്റ് KL39 രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021 മോഡൽ മാഗ്നൈറ്റ് XC എന്ന് പറഞ്ഞാൽ ബേസ് ആണ്. പക്ഷേ AC പവർ സ്റ്റിയറിംഗ് 4 ഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് സ്റ്റീരിയോ 2 എയർ ബാഗ് ഡിഫോഗർ ബാക്ക് വൈപ്പർ തുടങ്ങിയ ഫീച്ചേഴ്സ് എല്ലാം വരും. അതെ, ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടി തന്നെയാണ്. ഓക്കെ, സ്റ്റീരിയോ വരില്ല എന്ന് തോന്നുന്നു. സ്റ്റീരിയോ അഡീഷൻ ചെയ്ത്. ഓക്കെ, സ്റ്റീരിയോ ഇല്ല, ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഇതിൽ വരും. 21 മോഡലോട്ട് എത്ര പോയി? ഇത് 30,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ, 1 ലിറ്റർ നോൺ ടർബോ അല്ലേ? അതെ, നോൺ ടർബോ. 35,000 ഓടിയത്. വലിയ ഓട്ടം പോയിട്ടില്ല. 5 വർഷം കൊണ്ട് ഏകദേശം അത്രേ ഓടിയിട്ടുള്ളൂ. 35,000 മാത്രം.
പിന്നെ 1 ലിറ്റർ എഞ്ചിനാണ്. അത്യാവശ്യം മൈലേജ് കിട്ടും. ഒരു 17-19 റേഞ്ചൊക്കെ ഏകദേശം ലോങ്ങിലൊക്കെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം, ലോങ് ഡ്രൈവ് കൂടുതലായിട്ട് പോകുന്നുണ്ടെങ്കിൽ. ഓക്കെ, ടൗണിലൊക്കെ ആണെങ്കിൽ ഒരു 14-15 റേഞ്ച് കിട്ടും. ഓക്കെ, 1 ലിറ്ററേ ഉള്ളൂ. ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ക്ലെയിം ഒരു ഡോറും ബാക്കിലത്തെ ടിക്യൂ റീപ്ലേസ് ഉണ്ട്. ഏത് ഡോറാണ് പറയാ? ലെഫ്റ്റ് സൈഡ് ഡോർ. ലെഫ്റ്റ് ബാക്കാ? ബാക്ക്. ഓക്കെ, അതെന്ന് വെച്ചാൽ 2 ടൈമിലാണോ? അല്ലോ 2 ടൈമിലാണ് ക്ലെയിം ഉള്ളത്. മീൻസ് പീസ് മാത്രമേ മാറിയിട്ടുള്ളൂ. ക്വാർട്ടർ പാനലിന് അടി കിട്ടിയില്ല. സാറിന് ബാക്ക് കോർണർ അടി കിട്ടുമെന്ന് ചോദിച്ചാൽ അടി കിട്ടിയില്ലല്ലോ? ഇല്ല. ഓക്കെ, 2 ടൈമിൽ പറയാണ്. ഹിസ്റ്ററിയിലുണ്ടല്ലോ? അതെ, ഹിസ്റ്ററിയിലുണ്ട്. ഓക്കെ, പക്ഷേ ഫുള്ളി പേസ്റ്റഡ് വരുന്നതാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ പറയുന്നുണ്ട്, അത് സാധാരണ ഒരു യൂസർ വന്നിട്ട് നോക്കി കഴിഞ്ഞാൽ ആക്ച്വലി മനസ്സിലാവില്ല. ഓക്കെ, പക്ക കറക്റ്റ് പേസ്റ്റിംഗ് ഉണ്ടാവില്ല. ചില കമ്പനികളുടെ ഡോർ അങ്ങനെയാണ്, ഹോണ്ടയുടെ ഒക്കെ ഡോർ അങ്ങനെയാണ്. മാറിയാൽ ചിലപ്പോൾ പെട്ടെന്ന് പിടിച്ചു നോക്കിയാൽ മനസ്സിലാവില്ല. അതെ. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ എത്ര ചോദ്യം? ഇതിപ്പോൾ നമുക്ക് ഫൈനൽ 4,45,000 രൂപ കഴിഞ്ഞാൽ കൊടുക്കാം. 4,45 ഒരു നിസാൻ മാഗ്നൈറ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2021 മോഡൽ, 35,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഇത് ഓണർഷിപ്പ് എത്രയാണ് പറഞ്ഞത്? ഓണർഷിപ്പ് സിംഗിൾ ഓണർ കിടക്കുന്ന വാഹനമാണ്. ഓക്കെ, മാക്സിമം ലോൺ കയറില്ല? മാക്സിമം ലോൺ വരും. അടുത്തതെന്താ, ചെറിയൊരു ബഡ്ജറ്റിൽ കാർ നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ് സെൻ എസ്റ്റിലോ KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ വാഹനം. 2 എസ്റ്റിലോ ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. എന്തായാലും ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2007 മോഡല് സെൻ എസ്റ്റിലോ LXi. ഓക്കെ, 7 മോഡലാണ്. പേപ്പറിന് അവസ്ഥ എന്താ? പേപ്പർ ഇപ്പോൾ 2027 വരെ പേപ്പർ ഉണ്ടാവും. 27 വരെ കറക്റ്റ് എടുത്തിട്ടുണ്ടല്ലേ? 22 27 വരെ നിലവിൽ പേപ്പർ ഉണ്ട്. അതായത് ഇനി ഒരു 2 വർഷത്തിനടുത്ത് ഇപ്പം തുടങ്ങിയിട്ടുള്ളൂ 26. ഇതിൽ വേറൊരു ഹൈലൈറ്റും കൂടി ഉണ്ട്. വാഹനം വരുന്നത് സിംഗിൾ ഓണർഷിപ്പിലാണ്. വെറും 47,000 കിലോമീറ്റർ മാത്രമേ ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, കിലോമീറ്റർ ഉറപ്പിക്കാൻ പറ്റുമോ? കൺഫേം വരും. കാരണം ഈ വണ്ടി ഞങ്ങൾ ഡ്രൈവ് ചെയ്തു. അപ്പോൾ എന്താ പറയണ്ടേ, വണ്ടീൻ്റെ ആ ഒരു സ്മൂത്ത്നെസ് ഇനിയും പോയിട്ടില്ല. മീൻസ് ഇത്രയും കാലമായിട്ടും വണ്ടി ഭയങ്കര കംഫർട്ടബിളാണ് യൂസ് ചെയ്യാൻ. കാരണം അവർ എന്താ പറയണ്ടേ, നല്ലൊരു കസ്റ്റമർ യൂസ് ചെയ്തവനാണ്. കാരണം അയാൾ ആവശ്യത്തിന് മാത്രം അങ്ങനെ എന്താ പറയുക, ചെറിയ സ്ക്രാച്ച് ഉണ്ട് ബമ്പറിലൊക്കെ. അതെ. പക്ഷെ വണ്ടി പക്ക എഞ്ചിൻ വൈസ് ആണെങ്കിൽ നമ്മൾ മെക്കാനിക്കലി ഒന്നും ചെയ്യാനില്ല. ഭയങ്കര ക്വാളിറ്റി മെയിൻറ്റൈൻ വഴിക്കും. ഓക്കെ, എന്തായാലും കുഴപ്പമില്ലാത്ത നല്ല ടയേഴ്സ് ഉണ്ട്. അതെ, ഹിസ്റ്ററി ഒന്നുമില്ല അല്ലേ? പ്രോപ്പറായിട്ട് ഇപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ഹിസ്റ്ററി അന്നേരമുള്ള ഹിസ്റ്ററി നമുക്ക് കിട്ടൂല. ഇപ്പോൾ അറിയാലോ, ഇപ്പോൾ 5 കൊല്ലത്തിന് മുമ്പേയുള്ള മാരുതി ഹിസ്റ്ററി കിട്ടാനില്ല. ഓക്കെ, അപ്പോൾ വണ്ടി പക്ഷെങ്കിൽ യൂസ് ചെയ്ത് കിലോമീറ്റർ നിങ്ങൾ വണ്ടീൻ്റെ കണ്ടീഷൻ നോക്കിയാൽ മതി. കിലോമീറ്റർ പറയുന്നൊന്നും ഇതാക്കണമെന്നില്ല. പക്ഷെ അവർ ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഓടിച്ച് നോക്കുമ്പോൾ ഫീൽ കിട്ടും. നിങ്ങൾ വണ്ടിയുടെ ഫിസിക്കൽ കണ്ടീഷൻ നോക്കാം. സിംഗിൾ ഓൺഷിപ്പ് തന്നെ കിടക്കാണ്. അപ്പോൾ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് 85,000 രൂപ ഫൈനൽ കിട്ടിയാൽ കൊടുക്കാം. 85,000-ന് 2027 വരെ പേപ്പറുള്ള സെൻ എസ്റ്റിലോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അത്യാവശ്യം അതായത് വാഗണറിനും പിന്നെ അൾട്ടോൻ്റെയും 2ന്റെ പർപ്പസിന് പറ്റിയൊരു വണ്ടിയാണ് അല്ലേ? മൈലേജ് ഉണ്ടാവും, ഹൈറ്റും ഉണ്ടാവും, കംഫർട്ട്. കണ്ണൂരിൽ നിന്ന് ഇവിടെ എത്തിയത് പറയാന്ന് വെച്ചാൽ 600 രൂപ പെട്രോൾ അടിച്ചിട്ടാണ് കണ്ണൂരിൽ നിന്ന് ഇവിടെ എത്തി. ഇപ്പോൾ ഞാൻ നോക്കുന്ന മീറ്ററിൽ സൂചി പൊന്തി കാണുന്നുണ്ട്. മൈലേജ് ഭയങ്കരമായിട്ട് കിട്ടും. അതാണ്. അല്ല, അൾട്ടോ എന്നാ പറഞ്ഞത്. വാഗണർ, എ സ്റ്റാർ, ഇത് 3 കമ്പയർ ചെയ്യുകയാണെങ്കിൽ 2ന്റെ ഇടയിൽ കിടക്കുന്ന ഒരു വാഹനമാണ് അല്ലേ? എ സ്റ്റാർ ഇത് കമ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടാവും, വിളിച്ചോളൂ. അടുത്ത വണ്ടി. ഇനി നിങ്ങളൊരു പോളോ നോക്കി നടക്കുന്നുണ്ടെങ്കിൽ ഇതാ ഒരു പെട്രോൾ പോളോ ഉണ്ട് KL 58. ഇതാകുമ്പോൾ വെച്ചാൽ വലിയ മെയിൻ്റനൻസ് ആയിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നോക്കി കണ്ട് ഓടിച്ചാൽ 1.2 ലിറ്റർ എഞ്ചിനാണ്. അപ്പോൾ അത്യാവശ്യം എന്താ 12-15 റേഞ്ചൊക്കെ ഏകദേശം മൈലേജും കിട്ടും. പിന്നെ പെർഫോമൻസ് കിട്ടും. പെർഫോമൻസ് വെച്ചാൽ പിന്നെ മൈലേജ് പറയാം. പിന്നെ ആ ലുക്ക് അല്ലേ, പോളോൻ്റെ ആ ലുക്കിൽ ആ ഒരു കംഫർട്ടിൽ നിങ്ങൾക്കൊരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു വണ്ടി ഇത് അവിടെ ഉണ്ട്. ഇതെങ്ങനെ മോഡൽ കാര്യങ്ങൾ? ഇത് 2012 മോഡല് പോളോ കംഫർട്ട് ലൈൻ പെട്രോൾ. മിഡിൽ ഓപ്ഷൻ പെട്രോൾ വണ്ടിയാണ്. കംഫർട്ട് ലൈൻ എന്ന് പറഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് വേണ്ട ഫീച്ചേഴ്സ് എല്ലാം വരും. അതായത് ബേസിക് വേണ്ട പവർ വിൻഡോസ് 4 ഉണ്ടാവും. പിന്നെന്ന് വെച്ചാൽ നമുക്ക് റിവേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ മിററാണ് ഏറ്റവും വലിയ അടങ്ങാറ് പിടിച്ച സാധനം അല്ലേ? പുറകിലെ കല്ലൊക്കെ കാണും, ഒന്ന് ഡൗൺ ആക്കി നോക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ അതിനും ഫെസിലിറ്റി വരുന്നുണ്ട്. മിറർ അഡ്ജസ്റ്റ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വെറുതെ എന്ത് നോക്കി കൈയിട്ട് കുത്തി നോക്കി നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനത്തെ ബേസിക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്ന നല്ലൊരു അടിപൊളി വണ്ടിയാണ്. 13 മോഡൽ, സോറി 12 മോഡൽ കംഫർട്ട് ലൈൻ. ഓട്ടം എത്രയാണ് കാണിക്കുന്നത്? ഓട്ടം 93,000 കിലോമീറ്റർ ഓടിയിട്ട് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വാഹനം വരുന്നത്. സെക്കൻഡ് ഓണർ. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നല്ലൊരു പോളോ. എത്രയാണ് ചോദ്യം? ഇത് നമുക്ക് ഫൈനലി 2,10,000 രൂപ ഞാൻ കൊടുക്കാം. 2,10,000-നാണ് 2012 പെട്രോൾ പോളോ നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, ഫുൾ ലോൺ ചാൻസ് ഉണ്ടോ? 12 ഒരു ഏകദേശം 1.5 എന്തായാലും കിട്ടും, ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താ പറയുക, നല്ലൊരു അടിപൊളി വണ്ടി, അടിപൊളി ഒരു പോളോ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വിലക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, അടുത്ത വണ്ടി. അടുത്തത് അൾട്ടോ K10 ആണ്. 1000cc വാഹനം. അതെ, ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2010 മോഡൽ 11 രജിസ്ട്രേഷൻ ആൾട്ടോ K10 VX. 11 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ വർഷം
അല്ല, അടുത്ത വർഷം റിന്യൂവൽ എടുക്കേണ്ടി വരും. അടുത്ത വർഷം 2027 റിന്യൂവൽ എടുക്കണം. 27. ഓക്കെ. അപ്പോൾ ഈ വർഷം ലാസ്റ്റ് വരെ ഉണ്ടാവും അല്ലേ? അല്ല, രജിസ്ട്രേഷൻ ഓൾറെഡി 2011 11 15 26 ഓക്കെ ഫൈൻ. 27 അല്ല, ഞാൻ പേപ്പർ കണ്ടപ്പോൾ ജനുവരിയിലാണ് ഇതിന്റെ റിന്യൂവൽ ഡേറ്റ് വരുന്നത്. അതെ, ഈ വർഷം അല്ലല്ലോ, അടുത്ത വർഷം. അടുത്ത വർഷം കൺഫേം. ഓക്കെ. അപ്പോൾ ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? മേജർ ക്ലെയിം ഒന്നുമില്ല, ആക്ഷൻ ഒന്നുമില്ല, അങ്ങനത്തെ സംഭവിച്ചിട്ടില്ല. കുഴപ്പമില്ലാത്ത ടയർ ഭാഗമുണ്ട്. 1000 cc ആണ് വരിക. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള വണ്ടിയാണ് കേട്ടോ. പിന്നെ അൾട്രോനെ വെച്ച് ഞാൻ പറയുമ്പോൾ കുറച്ചും കൂടി പവറും ഉണ്ടാവും, ഡ്രൈവിംഗ് സുഖം ഒക്കെ കിട്ടുന്ന ഒരു വാഹനമാണ് കേട്ടൻ. എത്ര ഇതിന്റെ ചോദ്യം എത്രയാണ്? ഇത് 1,30,000 കിലോമീറ്റർ ഓടിയിട്ടില്ല. സിംഗിൾ ഓണർഷിപ്പ് പോകാനാണ്. സിംഗിളാ? അതെ, ശരി, സിംഗിൾ ഓണർഷിപ്പ്. അതേപോലെ തന്നെ 1,30,000 നമുക്ക് കൊടുക്കുകയും ചെയ്യാം. 1,30,000 രൂപയ്ക്ക് ഈ ഒരു കണ്ടീഷനിൽ അല്ലേ? പേപ്പർ എടുത്തിട്ടല്ല. 1,30,000 രൂപയ്ക്ക് 10 മോഡൽ 11 രജിസ്ട്രേഷൻ അൾട്ടോ കേട്ടൻ VXi. അത് VXi നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കുന്ന വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ മെയിൻ്റനൻസ് ആയിട്ട് വലിങ്ങനെ മേടിക്കേണ്ട ആവശ്യമില്ല, പെട്രോൾ വണ്ടിയാണ്. അതുകൊണ്ട് നേരത്തെ കൊണ്ടു നടക്കാം. സാധാ ജനറൽ സർവീസ് നമ്മൾ കറക്റ്റ് ചെയ്ത് പോകണമെങ്കിൽ വണ്ടികൾ അത്യാവശ്യം കറക്റ്റായിട്ട് ഓയിൽ സർവീസ്, പിന്നെ എയർ ഫിൽറ്റർ, ഇങ്ങനത്തെ കാര്യങ്ങളിലോ ചേഞ്ച് ഒക്കെ കറക്റ്റ് ഒരു 8,000 to 10,000 ഇടയിൽ എങ്ങനെയായാലും മാറാം. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത വാഹനത്തിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് പേഴ്സണലി ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പനിയില്ലേ, അത് നിങ്ങൾ എത്ര പേർക്ക് വന്നിട്ടുണ്ട്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. എനിക്ക് പണി കിട്ടിയിട്ട് ആകെ പെട്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴും തല കറങ്ങിക്കൊണ്ടിരിക്കുക. ഡോക്ടറൊക്കെ കാണിച്ച് ആകെ പ്രശ്നമാണ്. അപ്പോൾ ഞാൻ പറയുന്ന സംസാരത്തിന് ഇടയ്ക്ക് ഇങ്ങനെ ഒരു കിക്ക് കിട്ടിയ പോലെയാണത് പറഞ്ഞു കൊടുക്കുമ്പോൾ. അപ്പോൾ സോറി. അടുത്ത വാഹനം എസ്ക്രോസ് ആണ്. മാരുതി സുസുക്കിയുടെ ഒരു ക്രോസ് ഓവർ സെഗ്മെന്റ് ആണ്. KL56 കൊയിലാണ്ട് രജിസ്ട്രേഷൻ, കോഴിക്കോട് ജില്ല. ഇതെങ്ങനെ ഡീറ്റെയിൽ അക്ഷയ്? ഇത് 2016 മോഡല് എസ്ക്രോസ് ഡെൽറ്റ ഡീസൽ. 15 മോഡൽ. സെക്കൻഡ് ഓപ്ഷൻ ആണ്. AC, പവർ സ്റ്റിയറിംഗ്, 4 door പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, മിറർ അഡ്ജസ്റ്റ്മെന്റ്, പിന്നെ ഫോഗ് ലാമ്പ്, അലോയ് വീൽസ്, 2 എയർ ബാഗ് തുടങ്ങിയ ഫീച്ചേഴ്സ് എല്ലാം അന്നേ വരുന്നുണ്ട്. സെക്കൻഡ് ഓപ്ഷൻ ആണ്. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. എനിക്കൊന്നും ഇല്ലാത്തെന്ന് പറഞ്ഞാൽ ആ ഒരു ഫീച്ചേഴ്സാണ് കുറവ് വരുന്നത്. ബാക്കിയെല്ലാം വരുന്നുണ്ട്. പിന്നെ മേജർ ക്ലെയിം അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? ഒരു തരത്തിലുള്ള ക്ലെയിമും ഇല്ല, ഒന്നുമില്ല. പിന്നെ ബോഡിക്ക് ചെറിയ പെയിന്റും ടച്ചപ്പും കാര്യങ്ങളും. ടച്ചപ്പ് ഒരു വൃത്തി കുറവുണ്ട്, അത് സത്യം തന്നെയാണ്. പിന്നെ B2B ആണ് അവരവരുടെ ഇതിൻ്റെ അകത്ത്. ടയേഴ്സ് ലോ ആണ്, ഒരു ടയർ മാത്രമുണ്ട് മര്യാദയ്ക്ക്, ബാക്കിയെല്ലാം ലോ. ഓക്കെ. മൈലേജ് ഉണ്ടോ? ഡീസൽ ഉണ്ടോ? മൈലേജ് ഉണ്ടാവും. മൈലേജ് ഒരു 18-20 റേഞ്ച് മൈലേജ് കിട്ടും. ഓക്കെ. ഓട്ടോ എത്രയാണ് കാണിക്കുന്നത്? ഓട്ടം 1,10,000 കിലോമീറ്റർ ഓടിയില്ല. 1,10. ഓക്കെ. 15 മോഡലാണ്. എത്ര ചോദ്യം എത്രയുണ്ട്? ഇത് നമുക്ക് 4,10,000 രൂപ ഫൈനൽ ഇട്ടിട്ട് ക്ലോസ് ചെയ്യാം. ഓക്കെ. 4,10 2015 ഡെൽറ്റ ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ്. 2 എയർ ബാഗ് അടക്കം വരുന്ന വണ്ടിയാണ്. 4,10 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഡീസൽ വണ്ടി. ഇതും ഓട്ടോ ഉള്ളവർ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും എടുക്കാൻ പറ്റും. അത്യാവശ്യം ഹൈറ്റിലൊക്കെ ഇരുന്ന് ഓടിക്കുന്നൊരു ഫീലും കിട്ടും അല്ലേ? ഓക്കെ. പിന്നെ മാരുതി ആയതുകൊണ്ട് മെയിൻ്റെനൻസ് ആയിട്ട് ഭയങ്കര അങ്ങോട്ട് മേടിക്കേണ്ട ആവശ്യമുണ്ടാവും. എസ്ക്രോസിൻ്റെ ഫാൻസ് ഉണ്ട്. എസ്ക്രോസ് എന്ന് വെച്ചാൽ ലാസ്റ്റ് ഡീസൽ 20 നിർത്തുമ്പോൾ തന്നെ അത്രയും ഡിമാൻഡ്. അതായത് മാരുതിയുടെ വണ്ടിയാന്ന് തോന്നാത്തൊരു വണ്ടിയാണ് അല്ലേ? ഇന്ത്യർ വൈസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്വാളിറ്റി അടിപൊളിയാണ്. അടുത്തതൊരു ക്രെറ്റയാണ്. ഇവിടെ 2 ക്രെറ്റ ഉണ്ട്. ഒന്ന് ഈ ഷേപ്പ് ഉണ്ട്, ഇനി ഒന്ന് ന്യൂ ഷേപ്പ് ഉണ്ട്. ഓക്കെ. KL71 രജിസ്ട്രേഷനാണ്. നിലമ്പൂർ വണ്ടി അല്ലേ? അതെ, നിലമ്പൂർ. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2017 മോഡല് ക്രെറ്റ SX ഓട്ടോമാറ്റിക് പെട്രോൾ. ഓക്കെ. ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് താഴെ വരുന്ന ഓട്ടോമാറ്റിക് പെട്രോൾ ക്രെറ്റയാണ്. ടോർക്ക് കൺവെർട്ടർ അല്ലേ ഇതിൽ? ഗിയർ ബോക്സ് വരുന്നല്ലേ? ടോർക്ക് കൺവെർട്ടർ. ഓക്കെ. അപ്പോൾ എന്താ പറയുക, മൈലേജ് ഒരു 10 to 12 വരെയൊക്കെ മാക്സിമം മൈലേജ് കണ്ടാൽ മതി. പക്ഷേ 1.6 ആണ്. പവർഫുൾ വണ്ടിയാണ്. ഡ്രൈവിങ്ങിൻ്റെ സുഖം, കംഫർട്ട് എല്ലാം കിട്ടുന്നൊരു അടിപൊളി വണ്ടിയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ആളുകൾ തന്നെയാണ് ഇത് തപ്പിയെടുത്തത്. ഓക്കെ. ഓട്ടോമാറ്റിക് വണ്ടി. മൈലേജ് നോക്കിയിട്ടല്ല സത്യം പറഞ്ഞാൽ. പിന്നെ ഓട്ടോ എത്ര പോയി? 1,10,000 കിലോമീറ്റർ ഓടി. പക്ഷേ സിംഗിൾ ഓണർഷിപ്പിൽ വാഹനം യൂസ് ചെയ്താണ്. സിംഗിൾ ഓണർ. പ്രോപ്പർ സർവീസ് ഉണ്ടോ? പ്രോപ്പർ സർവീസ് ഇല്ല. ഓക്കെ. SX എന്ന് പറഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. മിറർ ഫോൾഡിങ്, 2 എയർ ബാഗ്, പിന്നെ ഡിഫോഗർ, വൈപ്പർ, അലോയ്സ് എല്ലാം വരും. 4 door പവർ വിൻഡോ എല്ലാം വരും. പ്രൊജക്ട് ഹെഡ് ലാമ്പ് അടക്കം വരുന്നുണ്ട്. ചെറിയ 6 എയർ ബാഗിൻ്റെ എണ്ണം കുറവുണ്ടാവും. ഇതിൽ 2 എയർ ബാഗ് വരും. ടോപ്പിലേക്ക് പോകുമ്പോൾ 6 എയർ ബാഗ് വരും. പിന്നെ സൺറൂഫ് ഈ മോഡലിൽ അന്ന് വരുന്നില്ല. ഈ മോഡലിൽ പുതിയ ന്യൂ ഷേപ്പ് ഇറങ്ങിയ ഈ മോഡൽ. ഓക്കെ. ന്യൂ ഷേപ്പ് ഫുൾ ഓപ്ഷൻ ഉണ്ട്, അത് കാണിച്ചു തരാം. വേറെ ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഒന്നുമില്ല. എത്രയാണ് ചോദ്യം? ഇത് നമ്മളിവിടെ ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്ന് വെച്ചാൽ 7 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. 7 ലക്ഷത്തിന് 2017 ഓട്ടോമാറ്റിക് പെട്രോൾ ക്രെറ്റ സിംഗിൾ ഓണർഷിപ്പ് SX ആണ് ഓപ്ഷൻ. ഓക്കെ. താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചാൽ ഒരു 6 വരെയൊക്കെ ലോൺ വരും.
ഓക്കെ, ഇതാ ഒരു 7 സീറ്റർ KL56 കൊയിലാണ്ട് രജിസ്ട്രേഷൻ വരുന്ന ഇന്നോവയാണ്. ഇത് കേരള വണ്ടിയാണ്, ഒറിജിനൽ കേരള വണ്ടിയാണ്. കുഴപ്പമില്ലാത്ത നല്ല ടയേഴ്സ് ഉള്ള ഒരു വാഹനം. പിന്നെ ഇതിന്റെ മുൻഭാഗം കാണിക്കാത്തതും പിന്നെ ഇന്റീരിയർ കാണിക്കാത്തതും വേർത്തും കൊണ്ടല്ല, അതിന്റെ ഗ്രില്ല് ഇതൊക്കെ അഴിച്ചു വെച്ചേക്കാണ് മൊത്തത്തിൽ. പൈപ്പിന്റെ ഒരു ചെറിയൊരു പണി എടുക്കുന്നുണ്ട്, അതൊക്കെ ക്ലിയർ ആക്കിയിട്ടേ നിങ്ങൾക്ക് തരുള്ളൂ, അതുകൊണ്ടാണ് കാണിക്കാത്തത്, വേറൊന്നുമല്ല. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2008 മോഡൽ ഇന്നോവ G4 3,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 3,20,000. ഇന്നോവേന്റെ ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3,20,000 വലിയ വർഷം കേട്ടോ. ഇത് മൂന്നാമത്തെ ഓണർഷിപ്പ്. സംഭവമാണ്. അതെ. പേപ്പർ ഇപ്പോൾ 28 വരെ പേപ്പർ, 28 വരെ നിലവിൽ പേപ്പറുണ്ട്. തേർഡ് ഓണർഷിപ്പിലേക്ക് ഒറിജിനൽ കേരള G4 ഇന്നോവ 2008 മോഡൽ വണ്ടിയാണ്. എല്ലാ ഫംഗ്ഷൻ വർക്കിംഗ് അല്ലേ? എല്ലാ ഫംഗ്ഷൻ വർക്കിംഗ്. ഓക്കെ, നിലവിൽ ഈ ചെറിയ ചെറിയ പണികൾ ഒഴിച്ചാൽ വേറെ മേജർ ആയിട്ടൊന്നുമില്ല. ഒന്നുമില്ല. ആ റേഡിയേറ്ററിന്റെ പൈപ്പിന്റെ ചെറിയൊരു ലീക്ക് ഉണ്ടായിരുന്നു, ആ പൈപ്പ് ഓസ് മാറ്റിയിട്ട് കൊടുക്കാനാണ് സർവീസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും അതും കൂടെ മാറ്റി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം, അപ്പോൾ നമുക്ക് ചെറിയ വിലക്ക് കൊടുക്കാൻ പറ്റും. അതെ, നമുക്കിത് 2,95,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കാം. 2,95,000 ചോദ്യം. ഒറിജിനൽ കേരള ഇന്നോവ, ഒറിജിനൽ കേരള. ഓക്കെ, പിന്നെ എന്തെങ്കിലും മാറ്റം ചെയ്ത് കൊടുക്കുമോ? ഫൈനലാണോ? നോക്കാം, നമുക്ക് എന്തെങ്കിലും ചെറുകനായിട്ട് നെഗോഷ്യബിൾ ചെയ്യാം. ഓക്കെ, ഇവനാണ് നമ്മൾ പറഞ്ഞ ആ ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ ക്രെറ്റ KL77 പേരാമ്പ്ര രജിസ്ട്രേഷൻ ആണ്, കോഴിക്കോട് ജില്ല. ഏറ്റവും ന്യൂ ഷിപ്പ് വണ്ടി അല്ലേ? അതെ. ഏതാ മോഡൽ കാര്യങ്ങളൊക്കെ? 2024 മോഡല് ക്രെറ്റ SX ഓപ്ഷണൽ ഡീസൽ മാനുവൽ, ഡീസൽ ഓട്ടോമാറ്റിക്, ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് എൻ്റെ വാഹനമാണ്. മൈലേജ് ഒരു 15-18 റേഞ്ചൊക്കെ കിട്ടുമായിരിക്കും അല്ലേ ഡീസൽ ഓട്ടോമാറ്റിക്കലി? ഓക്കെ, ഓട്ടം എത്ര പോയി? ഓട്ടം 44,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇപ്പോൾ 27 വരെ വാറണ്ടിയിലായിരിക്കുമല്ലോ? 27 വരെ വാറണ്ടി, കമ്പനി വാറണ്ടിയിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ എന്ത് പണി വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റും. അതാണ് വാറണ്ടീൻ്റെ ഏറ്റവും വലിയ ഗുണം. ഇനി 27 കഴിഞ്ഞിട്ട് നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെറിയൊരു എമൗണ്ട് കൊടുത്താൽ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതും എടുത്തു വെക്കുക, നമ്മൾ സേഫാണ്. എപ്പോഴും നമ്മളെ സേഫ് ആക്കി വെക്കുക. കറക്റ്റ്. ഇൻഷുറൻസ് എടുക്കുമ്പോൾ മാക്സിമം കിട്ടുന്ന IDVനെ മാക്സിമം കൂട്ടിയെടുക്കാൻ നോക്കുക. ഇതൊക്കെ ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ വലിയ ഇമ്പാക്റ്റ് കിട്ടും. ഇതിനൊക്കെ അത് ആവശ്യം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിനെ കൊണ്ടുള്ള എന്തെല്ലാം ഗുണങ്ങൾ. ചില ആൾക്കാർ ഈ പോളിസി ബസാറിലൊക്കെ കയറിയിട്ട് വലിയ കാര്യത്തിൽ ഇൻഷുറൻസ് എനിക്ക് 2,000 രൂപ കിട്ടി, ഇൻഷുറൻസ് ഏതാണെന്ന് പോലും നോക്കിയിട്ടുണ്ടാവില്ല. തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആയിരിക്കും എടുത്തു വെച്ചിട്ടുണ്ടാവുക. എന്തെങ്കിലും ക്ലെയിം കിട്ടിയിട്ട് ഇതും കൊണ്ട് പോകുമ്പോൾ ഇത് തേർഡ് പാർട്ടിയാണ്, നിങ്ങൾക്കൊന്നും കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് മടക്കിയേക്കുക. അങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എടുക്കാൻ നിൽക്കുക. അപ്പോൾ ഒരു ലോ കിലോമീറ്റർ എന്ന് പറയാൻ പറ്റിയ ക്രിസ്റ്റയാണ്, ക്രെറ്റ ആയിപ്പോയി. ഇതിൽ പിന്നെ ഇപ്പോൾ മാൻഡാറ്ററി 6 എയർ ബാഗ് കാര്യങ്ങളൊക്കെ ബാക്കി എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും വരുന്ന വാഹനം. SX ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. സ്റ്റാർട്ട് പിന്നെ 45 ഓട്ടം പറഞ്ഞേ 46 സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട് ക്രെറ്റയിൽ. പണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ സീറ്റ് വെന്റിലേഷൻ അടക്കം വരുന്നുണ്ട്. ഓക്കെ, 46 കുറച്ചോട്ടുണ്ട്, ഡീസൽ ഓട്ടോമാറ്റിക് അല്ല. ഓക്കെ, അപ്പോൾ എത്രയാണ് ചോദ്യം? എത്ര ഇത് നമ്മളിവിടെ ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്ന് വെച്ചാൽ 19,50,000 രൂപയാണ് ചോദിക്കുന്നത്. 19 ലക്ഷം. പുതിയ വണ്ടിക്ക് എനിക്ക് തോന്നുന്നു 25 lakhs ഏകദേശം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏകദേശമാണ് ഞാൻ ഒരു ഓർമ്മ എന്ന് പറഞ്ഞാണ്. ഇതിപ്പോൾ 19 ലക്ഷത്തിന് നിങ്ങൾക്ക് കൊണ്ടുപോകും. അപ്പോൾ താല്പര്യം എന്തായാലും വിളിച്ചോ. ലോണ് ഒരു 18-18.5 കിട്ടും. അതിന് മേലോട്ട് ചാൻസ് ഉണ്ട്. സിബിലും ക്രെഡിറ്റ് സ്കോറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്തായാലും ഓക്കെ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. ഞങ്ങൾ ഇന്നത്തേക്ക് നമ്മൾ നിർത്തുകയാണ് എന്തായാലും. അപ്പോൾ TVS സർട്ടിഫൈഡിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ അതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഇത് മാത്രമല്ല വേറെ കുറച്ച് വണ്ടികളുണ്ട് കാണിക്കാത്ത. നമ്മൾ സെന്നസ്ലോ തന്നെ 2 ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിലൊന്നിൻ്റെ ഡീറ്റെയിൽ നമ്മൾ ഒന്ന് അതിലും ചെറിയ പ്രൈസിലാണുള്ളത്. കുറച്ച് കിലോമീറ്ററും ഓണർഷിപ്പും കൊടുക്കുന്നുണ്ട്. നമ്മൾ എന്താ പറയുക, സ്റ്റാർട്ടിംഗ് പ്രൈസ് തന്നെ നമ്മൾ പറഞ്ഞു 66,000 രൂപയാണ് നമ്മളെ ഫസ്റ്റ് കാണിച്ചിട്ടില്ല, വേറെ റെസ്റ്റിലുണ്ടായി. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ എല്ലാ സെഗ്മെൻറ്റിൽപ്പെട്ട എല്ലാ ബഡ്ജറ്റിലുള്ള വണ്ടികളും നമ്മളിന്ന് കാണിച്ചിട്ടുണ്ട്. ഏത് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പേടിക്കേണ്ടാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർ ചെക്ക് ചെയ്തിട്ട് തന്നെ വണ്ടികൾ എടുക്കുക. അതെ, ഏത് വണ്ടിയായാലും B2B ആയാലും എന്താണെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് പറഞ്ഞു. ആസിഡ് കണ്ടീഷൻസിലെ ഞങ്ങൾക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ക്ലിയർ ആക്കിയിട്ട് തരാനുള്ള ഓപ്ഷൻ. അതെ, പറഞ്ഞിട്ടൊക്കെ തരും അത്രയും. ഓക്കെ, അപ്പോൾ താല്പര്യം വിളിച്ചോളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാം. പിന്നെ ഞാൻ തുടക്കം പറഞ്ഞ പോലെ തന്നെ ഇവരുടെ എത്രാമത്തെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. TVS സർട്ടിഫൈഡ് കോഴിക്കോടിൻ്റെ. പിന്നെ പനി വന്ന ആളുകളും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. എന്താ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു അക്ഷയ്. ബൈ.